ഇന്നലെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വീട്ടിൽ വരികയും ഞങ്ങൾ കുറേ നേരം കാര്യം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് അവനൊരു കാര്യം പറഞ്ഞു. നിൻ്റെ വീഡിയോസ് ഞാൻ 6-7 വർഷം കൊണ്ട് കാണുന്നുണ്ട്. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നീ ഇടുന്നുണ്ട്. അപ്പോൾ എന്നായിരിക്കും നീ ഉദ്ദേശിച്ച നിലയിലോട്ട് നീ എത്താൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഞാനൊരു കഥ പറഞ്ഞു തരാം, അത് കേൾക്കാൻ പറഞ്ഞു. കഥ ജെ.കെ. റൗളിങ്ങിൻ്റെ കഥയാണ്. ജെ.കെ. റൗളിംഗ് എന്ന് പറയുന്നത് ഹാരി പോട്ടർ എന്ന കഥയുടെ രചയിതാവാണ്. ഹാരി പോട്ടർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ 1990 മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിലാണ് ഹാരി പോട്ടറിൻ്റെ മുഴുവൻ കഥയും ജെ.കെ. റൗളിങ്ങിൻ്റെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. 1990 അവസാനം ജെ.കെ. റൗളിങ്ങിൻ്റെ അമ്മ മരിക്കുകയും ആ കഥ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അതിനുശേഷം 1992 ജെ.കെ. റൗളിംഗ് പോർച്ചുഗീസിലേക്ക് പോകുന്നു. പോർച്ചുഗീസിൽ വെച്ചൊരു യുവാവിനെ കാണുകയും ഇഷ്ടപ്പെടുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നു. 1993 ജെ.കെ. റൗളിംഗ് ഡിവോഴ്സ്ഡ് ആകുന്നു. അതിനുശേഷം ഹാരി പോട്ടറിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഇവർ എഴുതുകയും അതിനുശേഷം അവർ സഹോദരിയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. സഹോദരി പറഞ്ഞു നല്ല കഥയാണ്, ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ജെ.കെ. റൗളിങ്ങിൻ്റെ മനസ്സിൽ കോൺഫിഡൻസ് വരുന്നു. അതിനുശേഷം പിന്നീടാണ് ജെ.കെ. റൗളിങ്ങിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടമല്ലാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് വീടില്ലാത്ത അവസ്ഥ, ഭക്ഷണത്തിന് പൈസ ഇല്ലാത്ത അവസ്ഥ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിതം പുലർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ജെ.കെ. റൗളിംഗ് രാവിലെ കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികൾ ചെയ്യുന്നു, രാത്രി വന്ന് കഥ എഴുതുന്നു. 1995 പ്രധാനപ്പെട്ട 12 പ്രസിദ്ധീകരണങ്ങളെ കാണുകയും ഈ 12 പ്രസിദ്ധീകരണങ്ങളും ജെ.കെ. റൗളിങ്ങിൻ്റെ കഥ നിരസിക്കുകയും ചെയ്യുന്നു. അവസാനം ഒരു പബ്ലിഷിംഗ് ഹൗസ് 1000 കോപ്പികൾ മാത്രം പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഹാരി പോട്ടറിൻ്റെ 1000 കോപ്പികൾ പബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് സംഭവിക്കുന്നതെല്ലാം ചരിത്രമാണ്. പിന്നീട് ചിൽഡ്രൻസ് ബുക്ക് ഓഫ് ദി ഇയർ, ബ്രിട്ടീഷ് ബുക്ക് ഓഫ് ദി ഇയർ, കുറേ അവാർഡുകൾ ഈ ബുക്കിനെ തേടി വരുന്നു. 500 ദശലക്ഷം കോപ്പികൾ വിറ്റഴിക്കുന്നു. അങ്ങനെ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി ജെ.കെ. റൗളിംഗ് മാറുന്നു. ഒരുപാട് സമ്പത്തുണ്ടാകുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ അവസാനം വിജയം നമ്മളെ തേടി എത്തിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.